Here is the second part of Cinderella. We have already done the first part and we have given the points to remember also. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. Next subtitle, The Ball. Cinderella went to the ball dressed in wonderful clothes. She rode in the red coach. 6 footmen waited on her. In the ballroom she looked like a princess. Nothing was then heard but a confused noise. How beautiful she is, how beautiful she is. അങ്ങനെ സിൻഡ്രല്ല ഈ രഥത്തിലേറിയിട്ട് അവിടെ കോച്ചിലേറിയിട്ട് ഹോഴ്സസും ഫുഡ്മെൻ്റെ ഒക്കെ അക്കമ്പനിമെൻറ്റിൽ അവൾ അവിടെ എത്തിയപ്പം അവൾ ഒരു പ്രിൻസസിനെ പോലെയാണ് കാണപ്പെട്ടിരുന്നത്. എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവളെ തന്നെ നോക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. ദ പ്രിൻസ് നോട്ടീസ്ഡ് ഹർ അറ്റ് വൺസ്. പെട്ടെന്ന് തന്നെ പ്രിൻസ് ഇവളെ ശ്രദ്ധിച്ചു. ഹി ഡാൻസ്ഡ് ഓൺലി വിത്ത് ഹർ. അദ്ദേഹം അവളുടെ കൂടെ തന്നെ ഡാൻസ് ചെയ്തു. ഹർ സിസ്റ്റേഴ്സ് were now jealous of her, but they did not recognize Cinderella. അവളോട് അസൂയ തോന്നി ഈ സിസ്റ്റേഴ്സിന്, പക്ഷെ അവർക്ക് ഇത് സിൻഡ്രല്ലയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഷീ വെൻ്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോർഗോട്ട് അബൌട്ട് ദ ടൈം. അവൾ ഡാൻസ് ചെയ്തുകൊണ്ടേയിരുന്നു, സമയത്തെക്കുറിച്ച് മറക്കുകയും ചെയ്തു. ദെൻ ദ ക്ലോക്ക് സ്റ്റാർട്ടഡ് ടു സ്ട്രൈക്ക് 12. പെട്ടെന്ന് സമയം 12 മണി അടിച്ചു. ഷീ നൗ റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ ഫെയറി. അപ്പോഴാണ് അവൾക്ക് ഫെയറി പറഞ്ഞത് ഓർമ്മയത്. ഷീ ബോട്ട് ടു ദ പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ലി ഔട്ട് ഓഫ് ദ ബാൾ റൂം. പെട്ടെന്ന് തന്നെ പ്രിൻസിൻ്റെ മുന്നിൽ കുനിഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോയി. അറൈവിംഗ് ഹോം ഷീ റാൻ ടു സീക്ക് ഔട്ട് ഹർ ഗോഡ് മദർ ടു ടെൽ എവറിത്തിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് അറ്റ് ദ ബോൾ. അവൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഗോഡ് മദറിനോടെല്ലാം പറയാൻ വേണ്ടിയിട്ട് അവരെ തെരഞ്ഞു. ഷീ സെഡ് ദാറ്റ് ഷീ ഹാർട്ട്ലി വിഷ്ഡ് വെൻ ഷീ കുഡ് ഗോ ടു ദ ബോൾ ദ നെക്സ്റ്റ് ഡേ ആസ് വെൽ. അവൾക്ക് നാളെയും അവിടെ പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന് അവൾക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ബിക്കോസ് ദ പ്രിൻസ് ഹാഡ് ഇൻവൈറ്റഡ് ഹെർ. പ്രിൻസ് നാളെയും കൂടെ വരാൻ വേണ്ടിയിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹർ 2 സിസ്റ്റേഴ്സ് നോക്കഡ് അറ്റ് ദ ഡോർ. സിൻഡ്രല്ല റാൻ ആൻഡ് ഓപ്പൺ ദ ഡോർ. മറ്റവർ വന്നു, സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വന്നിട്ട് ഡോറിന് മുട്ടി. യു സ്റ്റേഡ് സച്ച് എ ലോങ് ടൈം. നിങ്ങൾ കുറേ നേരം അവിടെ നിന്നു അല്ലേ എന്ന് ഇവൾ ചോദിച്ചു. സിൻഡ്രല്ല ചോദിച്ചു. She cried, gaping, rubbing her eyes and stretching herself as if she had been sleeping. ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ കണ്ണൊക്കെ ഇരുമ്മിയിട്ട് ഇവരോട് ചോദിച്ചു. If you had been at the ball, said one of her sisters, you could not have been tired with it. നീ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇതൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തതിൽ നിനക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ദ ഫൈനസ്റ്റ് പ്രിൻസസ് വർ ആസ് ദെയർ. അവിടെ ഏറ്റവും മനോഹരമായ പ്രിൻസസ് ഉണ്ടായിരുന്നു. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദാറ്റ് മോർട്ടൽ ഐസ് ഹാവ് എവർ സീൻ. ലോകത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ പ്രിൻസസ് ആയിരുന്നു അത്. സിൻഡ്രല്ല സീംഡ് വെരി ഇൻഡിഫറൻറ്റ് ടു വാട്ട് ദേ സെഡ്. ഇവരെന്താ പറയുന്നതെന്ന് സിൻഡ്രല്ലക്ക് തോന്നിപ്പോയി. കാരണം ഇത് സിൻഡ്രല്ലിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. Indeed, she asked them the name of the princess. പ്രിൻസസിൻ്റെ പേര് ഇവൾ ചോദിച്ചു. സിൻഡ്രല്ല ഇവരോട് ചോദിച്ചു. ബട്ട് ദേ ടോൾഡ് ഹർ ദേ ഡിഡ് നോട്ട് നോ. അവർ പറഞ്ഞു അവർക്ക് അറിയില്ല എന്ന്. സിൻഡ്രല്ല സ്മൈലിംഗ് റിപ്ലൈഡ്. ചിരിച്ചുകൊണ്ട് സിൻഡ്രല്ല പറഞ്ഞു, ഷീ മസ്റ്റ് ദെൻ ബി വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ്. ഹൗ ഹാപ്പി യു ഹാവ് ബീൻ. കുഡ് നോട്ട് ഐ സീ ഹർ. നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ. മീൻസ് നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് അവളെ കണ്ടിട്ട്. എനിക്ക് അവളെ കാണാൻ പറ്റുമോ? ഹാ ഡിയർ സിസ്റ്റർ, ഡു ലെറ്റ് മീ യുവർ യെല്ലോ ഡ്രസ് വിച്ച് യു വെയർ എവറി ഡേ. അവൾ സ്റ്റെപ്പ് സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, നീ എല്ലാ ദിവസവും ധരിക്കുന്ന യെല്ലോ ഡ്രസ്സ് എനിക്ക് തരുമോ ഇടാൻ? യെസ് ടു ബി ഷുവർ, ക്രൈഡ് ഹർ സിസ്റ്റർ. ലെൻഡ് മൈ ക്ലോസ് ടു സച്ച് എ ഡേർട്ടി സിൻഡർ വെഞ്ച് ആസ് യു ആർ. ഇദ്ദേഹം വൃത്തികെട്ട സിൻഡറിന് ഞാൻ എൻ്റെ ഡ്രസ്സ് കൊടുക്കാനോ? ഐ ഷുഡ് ബി സച്ച് എ ഫൂൾ. ഞാനെന്താ വിഡ്ഢിയാണോ എന്ന് ചോദിച്ചു. ദ എൻ്റർ ഫാമിലി ബേസ്റ്റ് ഇൻ ടു ലൗഫ്റ്റർ. അത് കേട്ടിട്ട് ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു. ദ നെക്സ്റ്റ് ഡേ ദ 2 സിസ്റ്റേഴ്സ് were at the ball and so was Cinderella. അടുത്ത ദിവസവും 2 സിസ്റ്റേഴ്സും ബോളിന് പോയി. അതുപോലെ തന്നെ സിൻഡ്രല്ലയും പോയി. ഡ്രസ്ഡ് ഈവൻ മോർ മാഗ്നിഫിഷ്യൻ്റ്ലി ദാൻ ബിഫോർ. ഇന്നലെ ധരിച്ചതിനേക്കാട്ടിലും ഒന്നുകൂടി ഉഷാറായിട്ട് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സിൻഡ്രല്ല ഡ്രസ്സ് ചെയ്തിരുന്നത്. ദ പ്രിൻസ് വാസ് ഓൾവേസ് ബൈ ഹെർ സൈഡ് and never ceased to give his compliments and
കൈൻഡ് വേർഡ്സ് ടു ഹർ. സിൻഡ്രല്ലയുടെ അടുത്ത് തന്നെ ആയിരുന്നു പ്രിൻസ് ഉണ്ടായിരുന്നത്. പ്രിൻസ് ഇവളോട് നല്ല വർത്തമാനങ്ങളും നല്ല കാര്യങ്ങളും പറയും, കോംപ്ലിമെൻ്റ് ചെയ്യാനൊന്നും മറന്നില്ല. Cinderella forgot about the time. She thought that it was no later than 11 when she counted the clock striking 12. 12 മണി ആയിട്ടൊന്നുമില്ല എന്ന് കരുതിയിട്ട് അവൾ സമയത്തിനെ കുറിച്ച് മറന്നുപോയിരുന്നു. ഷീ ജംപ്ഡ് അപ്പ് ആൻഡ് ഫ്ലഡ്. പെട്ടെന്ന് 12 അടിച്ചപ്പം അവൾ പെട്ടെന്ന് ചാടിക്കയറി എണീറ്റ് ഒരൊറ്റ ഓട്ടം വെച്ചെടുത്തു. ആസ് നിമ്പിൾ ആസ് എ ഡിയർ, മാൻ പേട ഓടുന്നത് പോലെ. ഇൻ ഹർ ഹറി ഷീ ലെഫ്റ്റ് വൺ ഓഫ് ഹർ ഗ്ലാസ് ഷൂസ് ഇൻ ദ ബാൾ റൂം. അത് തിരക്ക് പിടിച്ച് ഓടുന്നതിനിടയിൽ അവളുടെ ഒരു ഷൂ അവിടെ നഷ്ടപ്പെട്ടു പോയി. ആസ് ഷീ റീച്ച്ഡ് ദ കോച്ച് ഷീ ഹേർഡ് ദ ലാസ്റ്റ് ഡിങ് ഡോങ്. സഡൻലി ദ കോച്ച് ബിക്കെയിം എ പംകിൻ. കോച്ചിൻ്റെ കോച്ചിലെത്തിയപ്പോൾ പെട്ടെന്ന് ലാസ്റ്റത്തെ ഡിങ് ഡോങ് സൗണ്ട് കേൾക്കുകയും പെട്ടെന്ന് തന്നെ ആ കോച്ച് എന്തായിട്ട് മാറി? പംകിനായിട്ട് മാറി, അഥവാ സമയം കഴിഞ്ഞു. The horse turned into mice and the footman into green lizard. Her clothes became the old rags again. അവളുടെ ഡ്രസ്സൊക്കെ പഴയതുപോലെ മുഷിഞ്ഞത് തന്നെയായി. But the one shoe on her foot was unchanged. കാലിലുണ്ടായിരുന്ന ഒരു ഷൂ മാത്രം ഒന്നും പറ്റാണ്ട് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. She reached home before her sisters arrived. So they did not know about her going to the ball. അവളുടെ സിസ്റ്റേഴ്സ് വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ വീട്ടിലെത്തി, അല്ലെങ്കിൽ അവരറിയില്ലേ. The search. The prince became very sad when Cinderella left him. Cinderella പോയപ്പോൾ പ്രിൻസിന് ഭയങ്കര സങ്കടമായി. His servants brought him the glass shoe that Cinderella had left in the room. Cinderella ആ റൂമിൽ ഉപേക്ഷിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ഷൂ പ്രിൻസിൻ്റെ സെർവൻസ് എടുത്തിട്ട് പ്രിൻസിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. He wanted to find out the beautiful girl who had danced with him. അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസ് ചെയ്ത സുന്ദരിയായ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായി. The next day he went messengers to announce that the prince would visit every home to find out the lady. അടുത്ത ദിവസം ഒരു അറിയിപ്പുണ്ടായി. എന്ത്? പ്രിൻസ് എല്ലാ വീടുകളിലും സന്ദർശിക്കും ഈ പെൺകുട്ടീനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. This news excited the ladies. The two stepsisters were very glad. Because they had pretty feet. They had on their best clothes and waited for the prince. But Cinderella didn't have any good clothes. അപ്പം ഇവർ പ്രിൻസ് വരുന്നതെന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ നല്ല ഒരുങ്ങി നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിന്നു. പക്ഷെ സിൻഡ്രല്ലക്ക് ഡ്രസ്സ് മാറിയെടുക്കാൻ നല്ല ഡ്രസ്സോ ഷൂവോ ഒന്നും ഉണ്ടായിരുന്നില്ല. The prince visited every house. He invited girls to try on the shoe Cinderella had left in the ballroom. Okay. സിൻഡ്രല്ല ആ റൂമിൽ ഉപേക്ഷിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഷൂ കൊണ്ടുവന്നിട്ട് ഓരോരോ പെൺകുട്ടികളോടും അതിട്ടിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസ് പറഞ്ഞു. ദ ഗേൾസ് ട്രൈഡ് ഇറ്റ് ഓൺ ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് എനി വൺ ഓഫ് ദം. ഓരോരുത്തരായിട്ട് ഇങ്ങനെ അത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അത് ആർക്കും കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഫൈനലി ദ പ്രിൻസ് റീച്ച്ഡ് സിൻഡ്രല്ലാസ് ഹൗസ്. അങ്ങനെ സിൻഡ്രല്ലയുടെ വീട്ടിലെത്തി. ദ എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ വെൻറ്റ് ടു ഹർ റൂം ടു ട്രൈ ഓൺ ദ ഷൂ ആൻഡ് ഹർ മദർ സ്റ്റുഡ് ബൈ. അങ്ങനെ വലിയ സിസ്റ്റർ അവളുടെ റൂമിൽ പോയിട്ട് ഈ ഷൂ ട്രൈ ചെയ്യാൻ നോക്കായിരുന്നു. അവളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. But she could not get her big toe into it, for the shoe was too small. ആ ഷൂ ചെറുതായിരുന്നു, അവളുടെ കാലിലെ വിരൽ അങ്ങോട്ട് കൊള്ളുന്നുണ്ടായിരുന്നില്ല. Then her mother handed her a knife and said, ഒരു കത്തി കൊടുത്തിട്ട് അമ്മ പറഞ്ഞു, cut the toe off, for when you are a queen you will never have to go on foot. ആ വിരൽ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്ക്, നീ ഒരു ക്വീൻ ആയാൽ നിനക്ക് കാലിൽ നടക്കേണ്ടി വരില്ല. So the girl cut off her toe, squeezed her foot into the shoe. She concealed her pain. അങ്ങനെ ആ പെൺകുട്ടി കാലിലെ വിരൽ വെട്ടിയിട്ട് ആ ഷൂവിലേക്ക് കാല് വെച്ചു. Concealed her pain, വേദന പുറത്ത് കാണിക്കാതെ. And went down to the prince. പ്രിൻസിൻ്റെ അടുത്ത് പോയി. The prince looked at her shoe and saw blood floating under it. ഷൂവിന് താഴെ ചോര ഇങ്ങനെ ഒഴുകി പോകുന്നത് പ്രിൻസ് കണ്ടു. Not the right bride at all. ഇത് ശരിക്കുള്ള ബ്രൈഡല്ല. The prince shouted in anger. Then the other sister tried the shoe. She went into her room to do so and got her toes comfortably in. But her heels was too large. അപ്പോൾ ഈ രണ്ടാമത്തെ സിസ്റ്റർ ഈ ഷൂ ട്രൈ ചെയ്തപ്പം ഷൂ കൊള്ളുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഹീല് ഭയങ്കര വലിയ ഹീലായിരുന്നു. Then her mother handed
knife and saying, "Cut a piece of your heel. When you are the queen, you will never have to go on foot." അവളുടെ അടുത്തേക്ക് കത്തി നീട്ടിയിട്ട് അമ്മ പറഞ്ഞു, നിന്റെ ഹീല് കട്ട് ചെയ്ത് കളാ, നീ ക്വീനായാൽ നിനക്ക് നടക്കേണ്ടി വരില്ല. The prince looked at her feet and became cut off piece of your heel. When you are the queen, you will never have to go on foot. So the girl cut off a piece of her heel. അങ്ങനെ ആ പെൺകുട്ടീൻ്റെ കാലിൻ്റെ ഹീലിൻ്റെ ഒരു കഷ്ണം കട്ട് ചെയ്ത് കളഞ്ഞു. And they thrust her foot into the shoe. ആ ഷൂവിനെ ഫിറ്റാക്കി. Then prince looked at her feet and became more angry and shouted. ആദ്യത്തെക്കാളിലും ദേഷ്യത്തിൽ അദ്ദേഹം ഷൗട്ട് ചെയ്തു. There is blood on your shoe. The shoe is too small. Not the right bride at all. നീ അല്ല ശരിക്കുള്ള ബ്രൈഡ്. Then Cinderella came forward and said, "Let me try it." Her sisters laughed at her. "Clear out here. How dare you come here in these dirty rags?" അപ്പം സിൻഡ്രല്ല വന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി അത് നോക്കിയിട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, നീ എത്ര ധൈര്യത്തിലാണ് ഇത്രയും വൃത്തിയില്ലാത്ത ഡ്രസ്സ് ഇട്ട് ഇങ്ങോട്ട് വന്നേക്കണതെന്ന്, പ്രിൻസ് ഉള്ളതല്ലേ. "You ugly creature," they said. But the prince asked her to try the shoe. പക്ഷെ പ്രിൻസ് പറഞ്ഞു ഈ ഷൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. I have seen you somewhere, but I cannot remember where. ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. He said. അദ്ദേഹം പറഞ്ഞു. Cinderella put her left foot into the shoe and it fitted her perfectly. സിൻഡ്രല്ല അവളുടെ ഇടത് കാല് ഷൂ ഇട്ട് നോക്കി, അത് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തു. Everybody was astonished. She then pulled out the other shoe from her pocket and put it on her right foot. മറ്റ് ഷൂ അവളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വലത് കാലിലിട്ടു. Just then the fairy appeared and touched her with her magic wand. അപ്പം തന്നെ നമ്മുടെ ഫെയറി വന്നിട്ട് അവളുടെ മാജിക് വാൻഡ് കൊണ്ട് ടച്ച് ചെയ്തു. In a moment her rags changed into cloths of silk and gold. ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ ഡ്രസ്സുകൾ മൊത്തം സിൽക്കും ഗോൾഡും ആയി മാറി. The prince danced with joy and cried, "This is the right bride. The shoes are fit for her. She is the right bride after all." സന്തോഷം കൊണ്ട് പ്രിൻസ് ചാടി കളിച്ചു, ഡാൻസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ശരിക്കുള്ള ബ്രൈഡ്, ഈ ഷൂ അവൾക്ക് നന്നായിട്ട് ഫിറ്റ് ആവുന്നത്, ഇത് തന്നെയാണ് ബ്രൈഡ്. He said to Cinderella, "You are the most beautiful girl in the country. I will make you my bride." നീയാണ് ഈ രാജ്യത്തെ ഏറ്റവും മനോഹരിയായ പെൺകുട്ടി, ഞാൻ നിന്നെ വധുവാക്കുകയാണ്. The prince married and took her to the palace. Cinderella pardoned her sisters and took them to the palace. സിൻഡ്രലയെ അങ്ങനെ ഈ പ്രിൻസ് കല്യാണം കഴിച്ചു, അവളെ പാലസിലേക്ക് കൊണ്ടുപോയി. സിൻഡ്രലയുടെ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിന് പുറത്തു കൊടുത്തു. ഷീ പാർഡൻഡ് ദം and they lived there happily thereafter. അതിനുശേഷം അവർ സന്തോഷത്തോടു കൂടി അവിടെ ജീവിച്ചു പോന്നു. അപ്പം ഇതാണ് സ്റ്റോറി. ഇതിൻ്റെ ഫിലിം അവൈലബിൾ ആണ്, കാർട്ടൂൺ സീരീസ് അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ here are the things to remember in this part. Cinderella went to the ball. Everybody stared at her and said how beautiful she is. The prince noticed her at once. He danced only with her. When the clock started striking 12, she ran quickly out of the ballroom. She reached home before her sisters reached home, pretended as if she was sleeping. Sisters talked about the beautiful princess. Cinderella expressed her wish to go for the ball next day. They mocked her and laughed. Next day, two sisters went for the ball. Cinderella too went magnificently. She danced with Prince and he complimented her. She ran like a deer when it was the time to leave. Everything changed into its original except the glass shoe. Prince became very sad when Cinderella left him. He wanted to find out her.
he made an announcement to visit every house. No foot suited the shoe. Elder sister tried and cut her too. Second sister tried and cut her heel. Then came Cinderella, tried the shoe, and it was perfect fit. All astonished. Fairy came and turned her dress into silk and gold. Prince became happy. He danced. He married Cinderella, took her to palace. Cinderella pardoned her stepmother and sisters and took them to palace with her. So this is the story. I think things are clear to you. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ മുന്നത്തെ പാട്ട് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുക. അത് കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും കാണാം. അപ്പോഴാണ് കംപ്ലീറ്റ് സ്റ്റോറിയും അതിൻ്റെ പോയിൻറ്റ്സ് ടു റിമെമ്പറും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. Please don't forget to subscribe, share and comment.